അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റുന്നില്ലേ? വയസ്സിൽ മൂത്ത ആളുകൾ, എൻ്റെ ഉമ്മമാര്, ജ്യേഷ്ഠന്മാര്, വാപ്പമാര്, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കണ വരെ ഒരാളെ പരസഹായം ഇല്ലാതെ നല്ല ആഫിയത്തോടെ ആരോഗ്യത്തോടെ നടക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഒരു മൂലയിൽ കടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥ അല്ലാഹു തരാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ഒരു കസാല ഇങ്ങനെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ മൊയ്ലിൽ എന്താ പറയാ, സ്റ്റെപ്പ് ക്ലിയർ ആക്കി ഇരിക്കാൻ പറയാം. എന്തിനാ അറിയോ? പിന്നെ ഒരു 5 മിനിറ്റ് ഒരു 5 മിനിറ്റ് നിങ്ങൾ മുണ്ടാതെക്കണം. നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചത് എനിക്ക് പ്രശ്നമില്ല, അതെനിക്ക് പ്രശ്നമില്ല. അള്ളാഹു എനിക്ക് വലിയ കറാമത്തൊന്നും തന്നിട്ടില്ല. നമ്മൾ ഈ ദുആ അല്ലാതെ വേറെ മരുന്ന് പെടില്ല. ഈ ദുആന്റെ ഈ കഥ ഒന്നും മുണ്ടാതെ നിങ്ങൾ ഒരുപാട് വിഷമമായിട്ടല്ലേ ഇവിടെ വരുന്നത് അല്ലേ? നിങ്ങൾ സങ്കടം കൊണ്ടല്ലേ വരുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ വിഷമം മാറണ്ടേ? ഈ ദുആ ഇല്ലാതെ ഇന്നലെ ഇവിടുന്ന് ഒരു സഹോദരൻ പൊട്ടിക്കരഞ്ഞിട്ടാ പോയത്, സന്തോഷം കൊണ്ട്. ഒന്ന് ഇങ്ങോട്ട് തന്നെ, ഒന്നും മുണ്ടാതെക്കാൻ പറയും. ഇനി എങ്ങനെ ഞാൻ പറയാം? താത്ത ഒന്നും ഇങ്ങോട്ട് തന്നെ. താത്ത മലയാളം അറിയില്ല, എന്നിട്ട് വരികേ ഈ താത്താനോട് എങ്ങനെ ഞാൻ ഹിന്ദി ഇംഗ്ലീഷൊക്കെ പഠിച്ച. പിന്നെ ഇന്നലെ അള്ളാഹു ഒരു കുഞ്ഞു പെങ്ങള് ഇനി കാണാത്തോളി ഞാൻ തിരിച്ചിട്ടാൻ പറഞ്ഞു. ഒരു കുഞ്ഞു പെങ്ങൾ ഇവിടെ വന്നു ഇന്നലെ. എന്നിട്ട് ഇവിടെ എന്തിനാ വന്നറിയോ? തൻ്റെ ഭർത്താവ് 1 വർഷമായി ഒഴിവാക്കാൻ വെച്ചിരിക്കുക. 1 വർഷമായി ഒഴിവാക്കാൻ വെച്ചിരിക്കുക. ആ ഭർത്താവ് ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി ഇവിടെ വന്നത്. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ നിയത്തി വെച്ചു, കുറച്ചോനെ എൻ്റെ ഭർത്താവ് നന്നായി. അത് പറയാൻ ഇവിടെ വന്നത്. വാപ്പി ഇമ്മി മക്കളൊക്കെ ഉണ്ട്. ഒരു കുട്ടിയുണ്ട്, മാപ്പിള നോക്കണില്ല, 1 വർഷമായിട്ട് വാണ്ടാനാണ്. അൽഹംദുലില്ലാ ഇവിടെ വന്നിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞു. എൻ്റെ ടോക്കൺ ആയിട്ടില്ല. അതിൻ്റെ മുന്നേ എൻ്റെ മാപ്പിള വിളിച്ചു. ഞങ്ങൾ തീരുമാനിച്ച പെരീക്ക് വരികയാണ്. അന്ന് അങ്ങനെ ഇട്ടാ ശരിയാവില്ല, പെരീ കൊണ്ടുപോകാൻ. മാഷാ അല്ലാഹ്, എന്തൊരു സംഭവം! അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഈ യാമീന്റെ പവർ, ഈ ദുആന്റെ ബർക്കത്ത് അവർ ഒന്നും പെടില്ല. തിരിച്ച് കറാമത്തൊന്നുമില്ല. ആളുകൾ പറയുന്നുണ്ട് കറാമത്തുണ്ട്, പക്ഷേ എനിക്ക് പനിച്ചപ്പോ ഞാൻ ആശുപത്രിക്കാ പോയത്. അങ്ങനെ കറാമത്തിന്റെ മാറണ്ട. അപ്പൊ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എന്റെ കൂടെ എന്ത് ചെയ്യണം? 3 ഫാത്തിഹ ഓതണം, 5 സ്വലാത്ത് ചൊല്ലണം. ആ ഫാത്തിഹന്റെ ബർക്കത്തോണ്ട് നമ്മളെ വിഷമം മാറ്റി തരട്ടെ. ആ സ്വലാത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ വിഷമം മാറ്റി തരട്ടെ. ഇനി ഒരു തങ്ങളെ മുമ്പിലും ഒരു ഉസ്താദിന്റെ മുമ്പിലും ഒരു ഡോക്ടർ മുന്നിൽ ചെന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും പറയേണ്ട ഒരു അവസ്ഥ അല്ലാഹു തരാതിരിക്കട്ടെ. അപ്പൊ നിങ്ങളൊക്കെ എത്ര വർഷമായാലും ഓടാൻ തുടങ്ങിയിട്ടില്ലേ? വർഷങ്ങൾ കുറയില്ലേ? ഓട്ടം അവസാനിച്ചിക്കണോ? ഇല്ലല്ലോ. എത്ര കൊല്ലമായി വിഷമം തുടങ്ങിയിട്ട്? എത്ര? 10 കൊല്ലായില്ലേ? ഈ 10 കൊല്ലത്തിനടുക്ക് ഒരുപാട് തങ്ങന്മാരെ കണ്ടു അല്ലേ? ഉസ്താദന്മാരെ കണ്ടു. ഇതുവരെ എന്തായിട്ടില്ല, ഓട്ടം നിർത്തിയിട്ടില്ലല്ലോ. 10 കൊല്ലമായി ഓടാൻ തുടങ്ങിയിട്ട്. അതിന് ലാസ്റ്റ് പറഞ്ഞുതരാം. അള്ളാഹു ഇനി ഒരു സ്ഥലത്ത് പോകേണ്ട ഒരു അവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ കേട്ടോ. അപ്പൊ എൻ്റെ കൂടെ അപ്പൊ അതുകൊണ്ടാ പറയാം. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ, ഇവിടെ ഇരിക്കുമ്പോ വർത്താനം പറഞ്ഞാൽ ഒരു ഫലം ഉണ്ടാവില്ല കേട്ടോ. إلى حضرة روح نبينا وحبيبنا المصطفى وربنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ വയസ്സിന് മൂത്ത ആൾക്കാരുണ്ടാവും. ഓലെ കണ്ട കസാല നീച്ചു കൊടുക്കരുത്, ഓല ഇടങ്ങേറായിട്ട്. നമ്മൾ ചെറുപ്പക്കാരത്തിൽ എന്ത് ചെയ്യണം? അവിടെ ഇരിക്കണം. വയസ്സായാലൊക്കെ നീച്ചിട്ട് എന്ത് ചെയ്യണം? ചെറുപ്പക്കാരത്തിൽ സ്ഥലം കൊടുക്കും. മനസ്സിലായില്ല? വയസ്സിന് മൂത്തോല് മുമ്പിലുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ പറയട്ടെ. മലയാളങ്ങൾക്ക് അറിയില്ല, ഹിന്ദി പറയാം. ഒരുപാട് ഉമ്മമാർ നിൽക്കുന്നു. നിങ്ങളോട് ഈ പറയണത്, നിങ്ങളോട് നീ പറയണത് ഇവർക്ക് ഇവർക്ക് മനസ്സിലായി. മാഷാ അല്ലാഹ്. അള്ളാഹു നിങ്ങളെ ബർക്കത്ത് അല്ലാഹു നൽകട്ടെ. ഇത്ര സന്തോഷം ആണ്ടോക്കി. ഒന്നും ആ കണ്ണടിച്ചു അള്ളാഹ് കസാല മസ്ജിദ്
ഒന്ന് ഉമ്മമാർക്ക് മാഷാ അല്ലാ, ഇതിനൊന്നും പ്രായമായിട്ടില്ല, 90 വയസ്സായിട്ടില്ല. എത്ര വയസ്സായി? 80. إن شاء الله الله بركة يفتح إن شاء الله. وإلى حضرة أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه، وإلى حضرة حمزة القرار، وإلى حضرة سعد بن معاذ، وإلى حضرة خالد بن وليد، وإلى حضرة ذو القرنين، وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى أمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة السيد أحمد جلال الدين البخاري كاتب البابا، وإلى حضرة كادر متفرد ولي الله، وإلى حضرة ورابة البابا، وإلى حضرة فاطمة بالفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ, ഞങ്ങളോട് സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം. ഒരുപാട് മുറാദുകളുണ്ട് റബ്ബേ, അതെല്ലാം നീ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹ് ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الله ഞങ്ങളെ ചൊല്ലുക സ്വലാത്തുൽ ഫാത്തിഹ സ്വീകരിക്കണം. അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ദൈവത്തെ നഅമഹു യുകാഫി മസൂദ. അർഹമുർ റഹീം റബ്ബേ, ഞങ്ങളോട് നീ സ്വീകരിക്കണം. അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം. അല്ലാഹുവേ, 4600 കിലോമീറ്റർക്കപ്പുറത്തും ദിവസം കൊള്ളുന്ന ഞങ്ങളെ ചങ്കില ചോരയായ ഹബീബായ മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുമല്ല. അവിടത്തേക്ക് ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് ഞങ്ങൾ വിഷമങ്ങൾക്കൊരു പരിഹാരം കാണിച്ചുകൊണ്ട് റബ്ബേ ഖൈറ് നൽകണമല്ലോ, ബറക്കത്ത് നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ, സലാമത്ത് നൽകണമല്ലോ, റാഹത്ത് നൽകണമല്ലോ, ബറക്കത്ത് നൽകണമല്ലോ. അല്ലാഹ് ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ലോ, ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണമല്ലോ, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണമല്ലോ, ഞങ്ങളെ പേരമക്കളെ നന്നാക്കണമല്ലോ. അവരെ കല്ലിനടിമയാക്കല്ലേ അല്ലാഹ്, അവരെ കഞ്ചാവിനടിമയാക്കല്ലേ അല്ലാഹ്, അവരെ പെണ്ണിനടിമയാക്കല്ലേ അല്ലാഹ്, അവരെ ഫോണടിമയാക്കല്ലേ. സമാധാനം നൽകണം അല്ലാഹ്, സന്തോഷം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, തെറ്റി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, അവരെ നീ ഒരുമിപ്പിക്കണം അല്ലാഹ്. ഞങ്ങളെ മരുമക്കൾക്ക് നല്ല ഖൽബ് നൽകണം അല്ലാഹ്. ഭർത്താവിനെ വേണ്ടാന്ന് പറഞ്ഞ ഒരുപാട് സഹോദരിമാരുണ്ട്, അവരെ ഖൽബ് നന്നാക്കി കൊടുക്കണം അല്ലാഹ്. ഭാര്യനെ വേണ്ടാന്ന് പറഞ്ഞ ഒരുപാട് ചെറുപ്പക്കാരുടെ ഖൽബ് നന്നാക്കണം അല്ലാഹ്. ഒരുപാട് പേര് പ്രവാസികളാണ്, പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണം അല്ലാഹ്. അല്ലാഹ് എന്നും കണ്ണുനീരാണ്, എന്നും വിഷമങ്ങളാണ്, എന്നും ഈ ഓട്ടമാണ് റബ്ബേ. ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു കൊടുക്കണല്ല. സിഹറുകാരുണ്ട്, സിഹറൊന്ന് കാക്കണല്ല. കണ്ണേറുകാരുണ്ട്, കണ്ണേറൊന്ന് കാക്കണല്ല. റാഹത്ത് നൽകണല്ല, എന്താ ചെയ്യാൻ ഭാഗ്യം നൽകണല്ല. പോയവർക്ക് നീ പോകാനുള്ള ഭാഗ്യം നൽകണമല്ല. രോഗം തന്നെ പരീക്ഷിക്കല്ല അല്ല, തന്ന രോഗനിഷ്മയാക്കണല്ല. മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗത്തിലല്ല അല്ല. ഇവിടെ വന്നവർക്ക് ഖൈറ് നൽകണമല്ല.
ഇവിടെ വന്നവരെ സങ്കടങ്ങളെ മാറ്റി കൊടുക്കണല്ല. പരിശുദ്ധമാക്കപ്പെട്ട ബറാത്തിന്റെ രാവുകളാണ് റബ്ബേ. ബറാത്തിന്റെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും ഖൈർ നൽകണല്ല, സന്തോഷവും സമാധാനം നൽകണല്ല, പട്ടിണി കിടത്തല്ല അല്ലാ. കല്യാണം ശരിയാവാത്ത ഒരുപാട് ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. പഠിച്ചോനെ അവർക്ക് ഹൈറായ ഇണത്തുണകൾ നൽകണം അല്ലാ. അല്ലാ, നിങ്ങളെ മക്കൾ പ്രവാസികളാണ്, ഭർത്താക്കന്മാരെ പ്രവാസികളാണ്. അല്ലാഹുവേ, മരുമക്കളെ പ്രവാസികളാണ്, പേരമക്കളെ പ്രവാസികളാണ്, ആങ്ങളമാര് പ്രവാസികളാണ്, ഉപ്പമാര് പ്രവാസികളാണ്, കൂട്ടത്തിലിരിക്കുന്ന പലരും പ്രവാസികളാണ്. അവരെ ജനാദപ്പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുകൊണ്ടൊരു അവസ്ഥ ഒരുക്കല്ലറപ്പേ. അല്ലാഹുവേ, വിസയിൽ പോയവർക്ക് വിസ നൽകണമല്ല, അക്കാമില്ലാത്തവർക്ക് അക്കാമ നൽകണമല്ല, ആഹത്ത് നൽകണമല്ല, സമാധാനം നൽകണമല്ല, ഞങ്ങളെ സ്വീകരിക്കണമല്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമല്ല. അല്ലാഹ്, ഞങ്ങളെ ആധാരങ്ങൾ ബാങ്കിലാണ്, സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലാണ്, എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ മടക്കല്ല റബ്ബേ. ബ്രാഹ്മീന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ വിഷമങ്ങൾ മാറ്റിക്കൊണ്ട് അല്ലാഹ് وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين. توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله. صلاة الله. ഫضല് പറയാണ്ട് ചോദിച്ചേ, ഫضല് പറയാൻ സ്വർണ്ണോ പൈസ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ من الآفات والنقمة ومن هم ومن أمة بأهل القدير يا الله. صلاة الله صلاة الله سلام الله على ياسين حبيب الله. നൂറും നാമോണ്ടോ വീടാമൂറാതുണ്ടോ ഹാജത്താടങ്ങാനുണ്ടോ ഹബീബൂരിൽ ചൊല്ലൂ നീ സ്വലവാത്തുൽ ഫാത്തിർ. അതിനാൽ തീരാത്ത കഥനമുണ്ടോ, മാറാത്ത രോഗമുണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വലാത്തുൽ ഫാത്തിഹ ഞങ്ങൾ കേട്ടുക്കണോ? ആണ്, അതൊരു അത്ഭുതമാണ്. മഹാന്മാരായ മഹത്വങ്ങൾ പറയാണ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം ശരിക്കും നീ മനസ്സിലാക്കുകയായിരുന്നുവെങ്കിൽ, അത് ചൊല്ലിയാൽ നിനക്ക് ഇത്രയോളം പ്രതിഫലം കിട്ടുമെന്ന് നീ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ആ സമയത്ത് പോലും നീ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമായിരുന്നു. അത്രക്കും പ്രതിഫലമാണ് സ്വലാത്തുൽ ഫാത്തിഹ. മരണമല്ലാത്ത എല്ലാ രോഗത്തിനും സ്വലാത്തുൽ ഫാത്തിഹ മരുന്നാണ്. അല്ലാഹു ആ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഭയങ്കര ഫളില. ആ ചൊല്ലുന്നവർ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മാത്രമായിരിക്കും മരിക്കുക. അത്രയും പ്രതിഫലമാണ് ആ സ്വലാത്തിന്. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ അടക്കപ്പെട്ട് തുറക്കുക എന്നുള്ളതാണ്. അല്ലാഹു ബർക്കത്ത്. ഇവിടെ 90 മക്കളെ 92 മക്കളെ കെട്ടിച്ചു വിട്ടു. നിങ്ങൾ അറിഞ്ഞിട്ടോ? ഒരു കുട്ടിനെ കെട്ടിക്കാൻ അന്ന് 3.5 ലക്ഷം റുപ്യ ചെലവാ. ഇന്നിപ്പോ 3.5 ലക്ഷം കൊണ്ട് ഒരു കുട്ടിനെ കെട്ടിച്ചാൻ പറ്റുമോ? 92 മക്കളെ കെട്ടിച്ചിരിക്കണം. ഒരാളെ മുന്നിൽ ചെന്നിട്ട് കൈ നീട്ടിയിട്ടില്ല. ഞാൻ നൂറെ ഹബീബ് തങ്ങളാ, കുറെ എത്തിയും കുട്ടികളെ നോക്കണ്ട്, നിങ്ങൾ എന്തെങ്കിലും തരുന്ന പറഞ്ഞ് ഒരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടിയിട്ടില്ല. 20ഓളം വീട് നിർമ്മിച്ചു. 2-3 വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 17 പൂർത്തിയാക്കി താക്കോല് കൊടുത്തു. നമ്മളൊന്ന് പബ്ലിസിറ്റി ചെയ്യല്ല. ഒരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടിട്ടില്ല. 100 ചില്ലാണ് എത്തി മക്കള്, പാവപ്പെട്ട ഒരു ഗതിയില്ലാത്ത പിഞ്ചു മക്കള്. അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള വസ്ത്രം ഒരു കുടുംബത്തിന് 5000 രൂപ വെച്ച് 10000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറുപ്രായത്തിൽ ഭർത്താക്കന്മാരെ മരണപ്പെട്ട ഒരുപാട് വിധവകൾ, ഒരുപാട് മദ്രസകള്, പള്ളികള്. ഇപ്പൊ ഇതാ ഈ മാസം 15-ാം തീയതി
50 കുടുംബത്തിന് ജീവിക്കാൻ ഒരിക്കലും മരിക്കുന്നത് വരെ ഒരു 4 സെന്റ് ഭൂമി ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് ഉള്ള 50 കുടുംബത്തിന് ഇപ്പൊ 4 സെന്റ് സ്ഥലം കൊടുക്കുക. അള്ളാഹു വാരിക്കോരി തരികയാണ്. ഈ കോരുന്ന കിണറിലെ വെള്ളം ഉണ്ടാകുമെന്ന് കേട്ടുക്കണം. കേട്ടുക്കണം. ആ വെള്ളം പറ്റൂല അല്ലെ? ചില കിണറിൽ പറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ കൊടുക്കുമ്പോ പടച്ചോ ഇങ്ങനെ തരിക, ഇങ്ങനെ തരിക. എത്തിയ മക്കൾ ഭയങ്കര കറാമത്ത്, ഭയങ്കര ഫളില അവിടുത്തെ എത്തിയ മക്കൾ അല്ലേ? നിങ്ങൾക്ക് അറിയില്ലേ? മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എത്തിയ മക്കളെ സഹായിക്കുന്നവർക്ക് അർഹമായ ഫള് അള്ളാഹു കൊടുക്കട്ടെ. പക്ഷെ എനിക്കിപ്പോ ഒരു ആവശ്യം വന്നിട്ട് നിങ്ങൾ അറിഞ്ഞിക്കണോ? ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ സ്വലാത്ത് നടക്കുന്ന സ്ഥലം എവിടെ? കൊടക്കാട. 4 കിലോമീറ്റർ ബ്ലോക്ക്. ഇൻഷാ അല്ലാഹ് 2 ഏക്കർ സ്ഥലം വാങ്ങിക്കണം ഇവിടെ. അപ്പൊ അതിന് 1 ഏക്കർ ഇവിടെ രജിസ്റ്റർ ചെയ്യാണ്ട് ഫുലൂസ് മാഫി അങ്ങനെ പറഞ്ഞ എന്താ പൈസ ഉണ്ട് എന്നല്ലേ? ഇല്ല. ഫുലൂസ് മാഫി ഇൻഷാ അല്ലാഹ് പൈസ കുറേ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരിക്കലും മായാത്ത ഒരു സദഖയായിരിക്കും. ഇവിടെ നിങ്ങൾ ഒരു കസാലയുടെ പാണി രജിസ്റ്ററാക്കി തരാം. ഒരു കസാല അല്ലേ? നിങ്ങൾ 50,000 രൂപയ്ക്ക് തന്നിട്ടില്ലേ? സ്ഥലം വിറ്റിട്ട് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന അവനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നലെ ഉമ്മ 1 ലക്ഷം രൂപ കൊടുത്തയച്ചു. സ്വർണ്ണങ്ങൾ തരുന്നോല് കേട്ടോ. ഇപ്പൊ ഇന്നലെ ആരോ എന്നോട് പറഞ്ഞു എല്ലാ സ്ഥലത്തും സ്വർണത്തിന് വിലയാണ്, നൂറാബിന് കൊടുക്കാൻ ഒരു വിലയില്ല, ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക. ഇപ്പൊ ഇനി സ്വർണ്ണം ഉണ്ടോ? ആരെങ്കിലും കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കസാലടാനുള്ള സ്ഥലം കൊടക്കാട് വാങ്ങിക്കോളി. നമ്മളെ മരിച്ചു പോയാൽ ആ സ്ഥലത്ത് ആരാ ഫളില് പറയാനുള്ളത്? നമ്മൾ മരിച്ചു പോയാൽ ആ സ്ഥലത്ത് വന്നിട്ട് മറ്റുള്ളവരെന്ത് ചെയ്യും? സ്വലാത്ത് ചൊല്ലും. അതിന്റെ പ്രതിഫലം നമ്മളെ ഖബറിലേക്ക് ഇങ്ങനെ എത്തും. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ ആളുകൾ ഒരു കവറുമായിട്ട് നിങ്ങളെത്തേക്ക് വരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എവിടുന്നാ വരുന്നത്? എവിടുന്ന? മാഹി കുഞ്ഞിപ്പള്ളി. അവിടെ മക്കാമില്ലല്ലോ, മഹാൻ അല്ലേ? ആ മറ്റേ അവിടെ അല്ലേ നമ്മള് ബുഖാരി അല്ല, സയ്യിദ് മഖ്ദൂം അൽ മക്തൂം. എന്തേ വന്നത്? ആങ്ങളന്റെ കല്യാണം ശരിയായി. മാഷാ ഇവിടെ വന്നീനോ? മാഷാ ആങ്ങളന്റെ ഭാര്യ മരിച്ചു. ആ ഭാര്യയോട് സ്നേഹം കൊണ്ട് എന്ത് ഭർത്താവ് എന്ത് പറഞ്ഞു? ഇച്ചിന്ന് ദുനിയാവിൽ പെണ്ണ് വേണ്ടായിരുന്നു. പക്ഷെ കുടുംബത്തിന് എന്ത് വേണം? ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. മൂപ്പര് പെണ്ണ് കെട്ടൂല, വാശി പിടിച്ചു. ഇവിടെ വന്നു കണ്ണേർ ബാത്തിലാക്കി. കല്യാണം 9 സമ്മതിച്ചൂലേ? മാഷാ അല്ലാഹു ബർക്കത്ത്. അപ്പൊ അത് ഈ പൈസ ആയിരിക്കാം. എത്തിയ മക്കളൊക്കെ പാവപ്പെട്ട ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആയോ? ഇത് ഫളില് പറയാനാണ്. ഫളില് കണ്ണൂർ ബാത്തില. തന്റെ കുട്ടിക്ക് ചെറുപ്പം മുതൽ എത്ര വയസ്സായിപ്പോ? ചെറുപ്പം മുതൽ രോഗം ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമത്തിൽ ഇവിടെ വന്നു. കണ്ണൂർ ബാത്തിലാക്കിയതിനു ശേഷം പിന്നെ രോഗം ഉണ്ടായിട്ടില്ല. ഈ പൈസ ആയിരിക്കാം എനിക്കുള്ളതാണ്. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലോ. അള്ളാഹു ബർക്കത്ത്. ഇതായിരിക്കാം എത്തിയമക്കൾ. എന്താ സ്ഥലം വിറ്റതോടെ വന്നീനോ? ഒക്കെ ഫളിൽ തന്നെ. അള്ളാഹു ബർക്കത്ത്. സ്ഥലത്തിന് ഇതെന്താ പൈസ? എന്താ പ്രശ്നം? ഒരു മകന് വളരെ മോശമായിട്ട് ക്ലബും കൂട്ടുകെട്ടും ഒക്കെ ആയിട്ട് നടക്കുന്നു. ഇവിടെ വന്നീന്നോ? തലപ്പം തരണം. ഇപ്പൊ നന്നായോ? അതുപോലെ പൈസ ഒന്നും വേണ്ട. ഇപ്പൊ കൂട്ടുകെട്ടൊക്കെ ഒഴിവായി പണിക്കൊക്കെ പോയി ഒരു ക്ലബിലൊക്കെ ഉണ്ടായിരുന്നു. ചീത്ത കൂട്ടിട്ട് ക്ലബിലൊക്കെ. അപ്പൊ ബന്ധനെ പറഞ്ഞു തെരഞ്ഞെടുക്കില്ല. ഇവിടെ വന്നീന്നോ? കണ്ണേർ ബാത്തിലാക്കില്ല. ഈ പൈസ ആർക്കാ? എത്തിമുട്ടി. ഇതെന്താണ്? ഇവിടെ വന്നീന്നോ? ഇപ്പൊ മാറി. കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അടുത്താണ് ഉമ്മാക്ക് ഇത് കണ്ടത്. അപ്പൊ കുടുംബമായിട്ട് രോഗം മാറി. മാഷാ അല്ലാഹ്. കുഴപ്പമൊന്നുമില്ലാതിരിക്കാനേ. ഇതെന്താണ്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 25 കൊല്ലം
25 കൊല്ലം തന്റെ ഭർത്താവ് കള്ളിനടിമയും നിസ്കരിക്കൊന്നുമില്ല. ഉമ്മ ഇവിടെ നീനാ കലാപം തരണേ ശരിയായി. ഇപ്പൊ ഇവിടെ വന്നു, ഇപ്പൊ ഒഴിവാക്കി 5 വക്ത് നിസ്കരിക്കാൻ തുടങ്ങി. ഇപ്പൊ 30 നിസ്കരിക്കാൻ ഇങ്ങോട്ട് വിളിക്കലാത്തരെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 25 കൊല്ലം അല്ലേ കല്ല് കുടിച്ച് നടന്നു. സുബ്ഹാനല്ലാഹ്. എന്നും നിസ്കരിക്കണ മാപ്പിളയാണ് അല്ല, എന്നും നിസ്കരിക്കണം. ഉമ്മാന് പെണ്ണുങ്ങളിപ്പോ മൂപ്പരാണ് എന്ത് ചെയ്യണത്? നിസ്കരിക്കാൻ വിളിക്കുന്നത്. കണ്ണേറല്ലേ, അതാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ തന്ന പൈസ ആയിരിക്ക ഇതെന്താ ഈ പൈസ ആയിരിക്ക ഒക്കെ തീമക്കലാണ്. 5000 പറയും. അള്ളാഹു പ്രസവത്തിൽ ഒരു മോള് മരിച്ചു, ഉമ്മയും മരിച്ചു. അപ്പൊ ഇന്ന് മോളെ കൂടെ ഖബറിലേക്ക് അള്ളാഹു റഹ്മത്തിന്റെ മലക്കിനെ ഇറക്കി കൊടുക്കട്ടെ കേട്ടോ. ഞാനില്ലല്ലോ സഹായം മക്കൾക്കാണ്. അപ്പൊ അള്ളാഹു തന്നവർക്ക് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇന്നലത്തെ മക്കൾക്ക് തെളിച്ചു തരൂല. അള്ളാഹു ബർക്കത്ത്. മകന് കുറെ വിഷമത്തിലേന്നു. ഇവിടെ വന്നു, വിസൊക്കെ റെഡിയായി, റാഹത്തായി. ഇതാർക്കാണ്? സ്ഥലത്തിനല്ലേ ഇപ്പൊ റാഹത്തായില്ലേ, വിസ റെഡിയായി. അള്ളാഹു ബർക്കത്ത്. തന്നവർക്ക് അള്ളാഹു റഹ്മായ ഫضീലത്ത് അള്ളാഹു കൊടുക്കട്ടെ. ഇതെന്താണ്? ഇവിടെ വന്നീന്നോ? മകന്റെ കല്യാണം ശരിയാകാത്ത വിഷമത്തിലേന്നു. ഇവിടെ വന്നു, കല്യാണം ശരിയായി. ഇതാർക്കാ? ഇതാർക്കാ പൈസ? ഇവിടെ വന്നപ്പോ കണ്ണേരാണല്ലേ വയറ്റിലാപ്പിച്ചല് തരണ്ടേ. ഇതെന്താ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പാസ്സാകാനല്ലേ? അത് ഞാൻ ദ്വാരനോട് പാസ്സാവുന്നില്ല. ഇവിടെ പഠിച്ചതന്നെ വേണം അല്ലേ? വേണ്ടേ? അത് പഠിക്കണ്ടേ? അള്ളാഹു പഠിക്കാനുള്ള ബുദ്ധിയുള്ള കൊടുക്കട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് സന്തോഷമുള്ള എല്ലാവർക്കും വിളിച്ച് ഒരു ഒറ്റ ഫാത്തിഹ. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين റബ്ബേ നീ സ്വീകരിക്കണമല്ലോ, നീ കബൂലാക്കണമല്ലോ. എല്ലാവരുടെ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണമല്ലോ, പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണമല്ലോ. എല്ലാ ബലാലും മുസീബത്തും തൊട്ട് എല്ലാവരും നീ കാക്കണമല്ലോ.